ഖുർആൻ എന്തിനാണ് നമ്മളോട് ഒട്ടകത്തെ നോക്കാൻ പറയുന്നത്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ആ ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിച്ചു വെച്ചു എന്നവർ നോക്കുന്നില്ലേ എന്ന്. എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒട്ടകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നോളജും കണ്ടതിന് ശേഷമുള്ള നോളജും രണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ സാധാരണ വിചാരിക്കുക ഒട്ടകം എന്നുള്ളത് ആട്, പശുവൊക്കെ പോലെ ഒരു കോമൺ അനിമൽ ആണ് എന്നായിരിക്കും. പക്ഷെ അങ്ങനല്ല. ക്യാമൽ ഈസ് നോട്ട് എ കോമൺ അനിമൽ. എന്താണ് ഒട്ടകത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? വെള്ളമില്ലാതെ ആഴ്ചകളോളം മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന, ശരീരത്തിലെ ജലനഷ്ടം കുറക്കാൻ പറ്റുന്ന, ഒറ്റയടിക്ക് ലിറ്റർ കണക്കിന് വെള്ളം കുടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. മറ്റുള്ള ജീവിയൊക്കെ ഒരിക്കലും ഇത്രയും വെള്ളമൊന്നും കുടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന RBC രക്തകോശങ്ങൾ ബ്രേക്കായി പോകും. ഒട്ടകത്തിന്റെ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളെക്കാൾ 2 മടങ്ങ് വികസന ശേഷിയുള്ളതാണ്. ഇത് ശരിക്കൊരു ഒരു ബയോളജിക്കൽ എഞ്ചിനീയറിംഗ് മിറേക്കിളാണ്, ഒരു മാർവൽ ഡെസേർട്ട് എഞ്ചിനീയറിംഗ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ആവാൻ പറ്റുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവമാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറകൾക്ക് പോലും ചാലഞ്ച് അയക്കാവുന്ന ഈ ഡെസേർട്ടിലുള്ള പൊടിക്കാറ്റ്, കടുത്ത സൂര്യപ്രകാശം, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഒട്ടകം സർവൈവ് ചെയ്യുന്നത് അതിന്റെ നാച്ചുറൽ അഡാപ്റ്റേഷൻസ് കൊണ്ടാണ്. 3 കൺപോളകൾ, അതിൽ തന്നെ 1 ട്രാൻസ്പെറന്റ് ഐലിഡ്സ് ആണ്, 2 കട്ടിയുള്ള കൺപീലികൾ, മണൽക്കാറ്റിൽ അടക്കുന്ന നോസ്, അതേപോലെ തന്നെ മണലിൽ താഴ്ന്ന് പോകാതിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വീതിയുള്ള പരന്നു കിടക്കുന്ന പാഡഡ് പാദങ്ങൾ. ലോകത്തെ ഏറ്റവും കഠിനമായ സ്ഥലത്ത് അതിജീവിക്കാൻ പ്രാപ്തമായ രൂപത്തിൽ ആരാണ് ഈ ജീവിയെ ഡിസൈൻ ചെയ്തു വെച്ചത്? അന്ന് അറബ്സിന്റെ ജീവിതത്തിലുള്ള ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ ഒട്ടകം എന്ന് പറയുന്നത്. ഏറ്റവും പവർഫുൾ സൈനാണ്. ഇന്നിപ്പോൾ ഒരു 10 മെഴ്സിഡീസ് അല്ലെങ്കിൽ 10 BM ഉള്ള ഒരാളുടെ സ്ഥാനത്താണ് അന്ന് 10 ഒട്ടകമുള്ള ഒരാൾ എന്ന് പറയുന്നത്. ഈ സ്ഥാനത്തെങ്ങാനും അള്ളാഹു ലുക്കത്തെ ആറ്റം, ലുക്കത്തെ DNA, ലുക്കത്തെ ഗാലക്സീസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ജനറേഷന് 0 നോളജാണ്. അതേസമയത്ത് ലുക്കത്തെ ക്യാമിൽ എന്നുള്ള ആശയത്തിൽ പറഞ്ഞപ്പം ആ ജനറേഷനും മനസ്സിലാക്കാൻ പറ്റി, നമ്മുടെ ഈ ജനറേഷനും മനസ്സിലാക്കാൻ പറ്റി. ഇതാണ് ഖുർആനിന്റെ ടൈംലെസ് റിവിലേഷൻ എന്ന് പറയുന്നത്.